കടത്തനാടൻ കളരിയിൽ അംഗം മുറുകിക്കഴിഞ്ഞു. ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒപ്പം RMPയും BJPയും കൂടെ ചേർന്നതോടെ തീപ്പാറുന്ന പോരാട്ടമാണ് വടകരയിൽ. 7 വർഷം മുമ്പ് വരെ ഇടതുമുന്നണി പാട്ടും പാടി ജയിച്ചിരുന്ന മണ്ഡലം കാലം മാറി. പാർട്ടികളിൽ പിളർപ്പുണ്ടായി. സോഷ്യലിസ്റ്റുകളെ നെഞ്ചേറ്റിയ മണ്ഡലത്തിൽ ജനതാ പാർട്ടികളും നേരിട്ട് ഏറ്റുമുട്ടുന്നു. സിറ്റിംഗ് MLA CK നാണു LDFിന് വേണ്ടി 3ാം തവണയും അങ്കത്തട്ടിൽ. LDFിന് തലവേദന മണ്ഡലത്തിലെ കണക്കുകൾ UDFിന് അനുകൂലമാണെന്നതാണ്. പരിപൂർണ ആവശ്യത്തിൽ എന്ന് പറയുന്നില്ല. എനിക്ക് നല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ അല്ല, നല്ല അനുഭവമാണ്. എല്ലാവരും കേൾക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി മനേത്ത് ചന്ദ്രന് കന്നി അംഗം. പാളയത്തിൽ പടയാണ് അലട്ടുന്ന വിഷയം. കഴിഞ്ഞ തവണ പാർട്ടി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന ചീത്തപ്പേരുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് ഇതിനെ മറികടക്കുമെന്ന് ആത്മവിശ്വാസം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 15,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ലോക്കൽ ബോഡി സെലക്ഷനും അതിന് സമാനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വലിയ ഭൂരിപക്ഷം ഈ ജില്ലയിലെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലമായിരിക്കും വടകര. പൊതുരാഷ്ട്രീയത്തിനുമപ്പുറം TP ചന്ദ്രശേഖരൻ വധം ചർച്ച ചെയ്യപ്പെടുന്ന വടകരയിൽ RMP സ്ഥാനാർത്ഥിയായി KK രമ. ഇരുമുന്നണികളുടെയും വോട്ട് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ RMPക്ക് കഴിഞ്ഞാൽ മണ്ഡലത്തിൽ പുതുചരിത്രമാകും. 52% സ്ത്രീ വോട്ടർമാരിലാണ് കണ്ണ്. TPയുടെ കൊലപാതകത്തിന് സ്ത്രീകൾ, ഇവിടുത്തെ സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ ഇതിന് പകരം വീട്ടും എന്ന് സ്ത്രീകൾ നമ്മോട് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതിഫലനം വളരെ ശക്തമായിട്ട് ഇവിടെ ഉണ്ടാവും. ഈഴവ സമുദായത്തിന് പ്രാമുഖ്യമുള്ള വടകരയിൽ BJPക്കും പ്രതീക്ഷയുണ്ട്. അഡ്വക്കേറ്റ് M രാജേഷ് കുമാറാണ് സ്ഥാനാർത്ഥി. വോട്ട് കണക്ക് നോക്കിയാൽ നിർണായക സ്വാധീനമുള്ള STPIയും മണ്ഡലത്തിൽ സജീവമാണ്. P അബ്ദുൾ ഹമീദാണ് സ്ഥാനാർത്ഥി. കണക്കുകൂട്ടലുകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറം അടിയൊഴുക്കുകളാകും വടകരയുടെ വിധി നിർണ്ണയിക്കുക. ഈ അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള 18 അടവും പയറ്റുകയാണ് സ്ഥാനാർത്ഥികൾ. ക്യാമറ പേഴ്സൺ റോബിൻ BR-നൊപ്പം വടകരയിൽ നിന്നും ഷിത ജഗത്, മീഡിയ 1.